അർജുന ഹാജരായി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും കിട്ടുന്ന കേസിനെയാണ് പോലീസ് എന്ത് ചെയ്തത് ഭീകരമായിട്ട് അർജുനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു രീതിയിലേക്ക് പോയത്. പോലീസിന് വേണമെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിടാൻ വേണ്ടി പറ്റുന്ന പോലത്തെ ഐടി ആക്ട് ഉൾപ്പെടെയുള്ള കേസുകളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസുകളാണ്. ഇതിലെല്ലാം ബാക്കിയെല്ലാം കോടതിയിലാണ്. ആ ഇട്ട വകുപ്പുകളിലെല്ലാം കോടതിയിൽ എങ്ങനെ നിലനിൽക്കുമെന്ന് നമുക്ക് കാണാം. ഇട്ട പോലീസ് കാരണം ഇതിലെല്ലാം മാക്സിമം പണിഷ്മെന്റ് 7 ഇയേഴ്സിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനെ പോലീസിന് അത് ഒരു അഭിഭാഷകന്റെ റൈറ്റ് ആണല്ലോ. എവിടെ ജാമ്യം കൊടുക്കണം, എങ്ങനെ ജാമ്യം കൊടുക്കണം, അത് ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് അതല്ല. അതിപ്പോൾ പോലീസിനെ വെല്ലുവിളിക്കാനൊന്നും അല്ല. അവിടെ നമ്മൾ ജാമ്യാപേക്ഷ കൊടുക്കും. ഇപ്പം അർജുൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പോലീസായിട്ട് സഹകരിക്കും. ഞങ്ങളും പോലീസായിട്ട് കൃത്യമായി പോലീസായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അല്ലാണ്ട് ഊന്നുകൽ പോലീസിനെ പറ്റിക്കാനോ അല്ലെങ്കിൽ അവരിന്ന് വന്ന് കസ്റ്റഡിയിൽ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ ഇന്നലെ അർജുൻ ആയങ്കിയുടെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തല്ലോ. കഷ്ടപ്പെട്ട് 2 ദിവസം മുന്നേ എടുത്ത് കൊണ്ടുപോയി. ഇന്നലെ വൈകുന്നേരം തന്നെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം 4 ആൾക്കും അർജുനെ സഹായിച്ചു എന്ന് പറഞ്ഞ 4 ആളുകൾക്കും ഇന്നലെ വൈകുന്നേരം പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അർജുന ഹാജരായി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും കിട്ടുന്ന കേസിനെയാണ് പോലീസ് എന്ത് ചെയ്തത് ഭീകരമായിട്ട് അർജുനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു രീതിയിലേക്ക് പോയത്. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് എടുത്ത കേസ് പോലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കിട്ടേണ്ടതാണ്. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലും മജിസ്ട്രേറ്റിന്റെ അടുത്ത് ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടേണ്ട കേസേ ഉള്ളൂ. എല്ലാ കേസും അതാ ഞാൻ പറഞ്ഞത്, അതൊരു വക്കീലിനും എടുക്കാണല്ലോ. അത് എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത്. അദ്ദേഹത്തെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്ന തടയുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു വക്കീലിനെ സംബന്ധിച്ച്. ആ കാര്യങ്ങൾ എവിടെ കൊടുക്കണം എന്നുള്ളത് വക്കീലിനാണ്. ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് കൊടുക്കില്ല, നമ്മൾ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. നമ്മൾ നാളെ സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിനിടയിലാണ്. ഹൈക്കോടതി ഓൾറെഡി ബെയിൽ തള്ളിയതുകൊണ്ടാണല്ലോ ഈ കേസ്. കോതമംഗലം കേസിൽ ഹൈക്കോടതി ബെയിലല്ല, കോതമംഗലം കേസാണല്ലോ ഇപ്പം മെയിൻ ആയിട്ടുള്ളത്. ഇന്ന് കണ്ണൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോതമംഗലം 790/2026 എടുത്തത് ജൂൺ മാസമാണ്. ജൂൺ മാസം 6-ാം തീയതി 5-ാം തീയതിയാണ് ഈ കേസെടുത്തത്. 2 മാസവും അർജുനായെങ്കിൽ എന്തുണ്ട് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ പെറ്റീഷൻ കൊടുക്കാൻ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊന്നും അർജുനായെങ്കിയെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടില്ല. അർജുനായെങ്കിയെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം ആളുകളെയാണ്, ഒരു കാര്യവും അറിയാത്ത നിരപരാധികളായ കുറേ ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തിനാണ്? ഇത്രയും ചെറിയ നിസാരമായ വകുപ്പുകളിട്ട കേസുകൾക്ക് എന്തിനാണ് ഇത്രയും ആളുകൾ ഉപദ്രവിക്കേണ്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയിക്കാം. അല്ല, ഞാനൊരു അഭിഭാഷകനാണ്. അത് രാഷ്ട്രീയം പറയലല്ലോ എൻ്റെ തൊഴിൽ. ഓക്കെ.